സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതികരിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപണം ഉന്നയിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു മുൻപാണ് ആരോപണം ഉയർന്നത്. നിലവിൽ ഉയർന്ന ആരോപണങ്ങളിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടക്കുന്നുണ്ട്. ഫലപ്രദമായ ഏജൻസിയെ നിയോഗിച്ച് അന്വേഷിക്കണമെന്നാണ് സിപിഎമ്മിന്റെ നിലപാടെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുമ്പ് പീഠത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. അവസാനം പീഠം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിലാണ് പീഠം കടത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ എല്ലാം അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ട് വിവരം വരും. ധൃതി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് സത്യസന്ധമായിട്ട് എന്താണ് കാര്യം എന്നുള്ളത് തിരിച്ചറിയുക തന്നെ വേണം. തിരിച്ചറിയുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് യാതൊരു തർക്കമേ ഞങ്ങളാളല്ലാന്ന് ഉറപ്പാണ്. വേറെ ആരെ വേണമെങ്കിലും സംശയിക്കാം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും. ചെന്നൈയിലും ബംഗളൂരുവിലും മറ്റിടങ്ങളിലും ഉണ്ണികൃഷ്ണൻ പിരിവ് നടത്തിയെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. മങ്ങിയ പാളികൾ വീണ്ടും സ്വർണം പൂശുന്നതിനും അന്നദാനത്തിനുമായി പിരിവ് നടത്തിയെന്നാണ് സംശയം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. ഡാൻ കുര്യൻ വിശദമായ വിവരങ്ങൾ നൽകും. ശബരിമലയിലെ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിവെക്കുന്ന വിവരങ്ങളാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അടക്കം അന്വേഷണത്തിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ദുരൂഹമായ പല ഭൂമി ഇടപാടുകളും കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുൾപ്പെടെ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 30 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകൾ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ പേരുകളിൽ ഇയാൾ ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അതിനിടയിലാണ് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം ദേവസ്വം വിജിലൻസിന് മുമ്പിൽ നാളെ ഹാജരാകാൻ നേരത്തെ നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇയാൾ തലസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. അവിടെ മാധ്യമങ്ങളോട് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. തന്നെ വേട്ടയാടാനുള്ള ശ്രമം നടക്കുന്നു എന്ന തരത്തിലൊക്കെ. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ അയാൾ തയ്യാറായിരുന്നില്ല. പക്ഷേ നിലവിൽ വിജിലൻസിന് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഈ വിവാദത്തിലേക്ക് വഴിവെച്ച സ്വർണ്ണപ്പാളി ഈ ശബരിമലയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ചതാര്? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെയെങ്കിലും ബെനാമിയായിരുന്നോ? അതോ ഇടനിലക്കാർക്ക് വേണ്ടി ഇയാൾ ചെയ്ത സഹായമാണോ ഇത്? ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം കടക്കുന്നത്. നാളെ വിശദമായി ഇയാളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം വിജിലൻസ് ഉള്ളത്. നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തലസ്ഥാനത്തേക്ക് തിരികെ എത്തിയിരിക്കുന്നത്.